ഈ വർഷം പൊങ്കൽ റിലീസായിട്ട് വന്ന ജനുവരി 9 തിയേറ്ററോട് റിലീസായ പാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ദ നമ്പർ 1 സ്റ്റാർ ഇൻ ദി ഇന്ത്യ എന്നൊക്കെ പറയുന്ന പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ദ രാജാ സാബ്. അപ്പോൾ ചിത്രം തിയേറ്റർ റിലീസിനൊക്കെ ശേഷം ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്, OTT റിലീസായിട്ടുണ്ട്. അപ്പം സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ കാണാൻ പറ്റിയില്ല, കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് വലിയൊരു പ്രതീക്ഷയോ ആകാംക്ഷയോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും തന്നെ ടീസറോ ട്രെയിലറോ കണ്ട സമയത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്നുള്ളത് ഡബിൾ തീരുമാനമായിരുന്നു, വേണ്ടാന്നങ്ങ് വെക്കുകയായിരുന്നു. സോ അത് നല്ല തീരുമാനമായിരുന്നോ മോശം തീരുമാനമായിരുന്നോ എന്നുള്ളത് നമുക്ക് റിവ്യൂ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും സിനിമ ഇപ്പോൾ കണ്ടിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെ കിടക്കുന്ന ഹൈപ്പ് ബട്ടണും ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. രാജാ സാബിൻ്റെ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ദ രാജാ സാബ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. മാരുതിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ഷൻ തമൻ S ആണ്. പിന്നെ ലാംഗ്വേജ് തെലുങ്ക്, ഹിന്ദി, തമിഴ് എല്ലാ ഭാഷയിലും ഇത് അവൈലബിൾ ആയിരുന്നു. തെലുങ്കായിരുന്നു ഒറിജിനൽ ലാംഗ്വേജ്. 3 മണിക്കൂർ 3 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം എന്ന് പറയുന്നത്. ഹൊറർ, കോമഡി, ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്നൊരു സിനിമയാണിത്. വേറെന്താ പറയുക, ഇത് അഭിനയിച്ചിരിക്കുന്നവർ പ്രഭാസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സഞ്ജയ് ദത്ത് ഉണ്ട്, നിധി അഗർവാളുണ്ട്, എനിക്ക് തോന്നുന്നു കാജൽ അഗർവാളിൻ്റെ അനിയത്തി, പിന്നെ മാളവിക മോഹനൻ മലയാളി, പിന്നെ ഋദ്ധി കുമാർ, സെറീന വഹാബ്, ഇവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി കാർത്തിക് പളനിയാണ്. എഡിറ്റർ അതെടുത്ത് പറയണം, എഡിറ്റഡ് ബൈ കോട്ടഗിരി വെങ്കിടേശ റാവു. ഈ സിനിമയുടെ ശരിക്കുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സൈക്കോളജിയും അതുപോലെ തന്നെ നമ്മുടെ ഫാൻറ്റസി ഹൊറർ എലമെൻറ്റും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ഈ മാരുതി എന്ന് പറഞ്ഞ ആൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോൾ പറയുമ്പോഴായിരിക്കും ചിലപ്പം സിനിമ കണ്ട ഒരാൾക്ക് പോലും മനസ്സിലാകുന്നത്. എനിക്കും ഞാൻ അങ്ങനെ അതിനെ കാണാൻ ശ്രമിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. ഒരു 3 മണിക്കൂറിൻ്റെ പടം ഒരു 3 ദിവസം ഓടിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. കണ്ടിട്ട് ഈ സിനിമ തീരുന്നേയില്ല. എന്തൊക്കെയോ സീനുകൾ കയറി വരുന്നു, അനാവശ്യമായിട്ടുള്ള കുറേ സീനുകൾ. എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. 400 കോടി മുടക്കി എന്നൊക്കെ പറയുന്നു. എവിടെയാണ് അതിൻ്റെ മുടക്കിയിരിക്കുന്നത്? കുറേ VFX വർക്ക് കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം VFX ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു തമാശ. ഒരു സാധനം ഒരു പെർഫെക്ഷനായിട്ട് ചെയ്യാൻ ഇപ്പം മലയാളത്തിൽ ലോക പോലുള്ള സിനിമകൾ നോക്ക്, ചെറിയ ബഡ്ജറ്റിൽ വന്ന് വമ്പൻ നേട്ടമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് VFX വർക്കുകൾ നോക്ക്, ഒരിടത്ത് പോലും ഒരു കല്ലുകടി ഉണ്ടാക്കുന്ന രീതിയിൽ അതിനെ ചെയ്തു വെച്ചിട്ടില്ല. ഇവിടെ 400 കോടി മുടക്കിയിട്ടും ഇവിടെ പറ്റുന്നില്ല നിങ്ങൾക്കൊന്നും. ഫാൻറ്റസി ഹൊറർ എന്ന് പറഞ്ഞിട്ട് കോമഡി സാധനം, അതിന് കോമഡി ജോണറും കൂടിയാണ്. പക്ഷേ ആ കോമഡി വർക്കൗട്ട് ആകുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള പേടിപ്പിക്കുന്ന സീനുകളും ഇതിൻ്റെ വർക്കും കണ്ടിട്ടാണ് നമുക്ക് ചിരി വരുന്നത്. അല്ലാതെ പടത്തിൻ്റെ അകത്തെ ഒരു സാധനവും ഒരു സ്ക്രിപ്റ്റ് വൈസ് വേസ്റ്റ്, ആക്ടിങ് വൈസ് വേസ്റ്റ്, പടത്തിൻ്റെ ടെക്നീഷ്യൻസ് വൈസ് തമൻ ഞാനൊന്നും പറയുന്നില്ല. തമൻ കുറേ അടുത്ത് ഹാരിപോട്ടറിൻ്റെ ടൂണൊക്കെ കോപ്പി അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഇമ്പാക്റ്റ് തരുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ലാതെ ടെക്നീഷ്യൻ തമൻ നമ്മളെ നിരാശപ്പെടുത്തി. ഇപ്പോൾ എഡിറ്ററിൻ്റെ പേര് അതുകൊണ്ടാണ് ഞാൻ കോട്ടാഗിരി വെങ്കടേശ റാവുവോ, എൻ്റെ പൊന്നു മോനെ, പുള്ളി എങ്ങനെ വെട്ടി ഇത് ഒതുക്കി ഒരു പടത്തിൻ്റെ രൂപത്തിലോട്ട് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എഡിറ്റിങ് ഓൾറെഡി മോശം, എന്നാൽ തന്നെ അപ്പോൾ ആ സീനുകൾ അത്രത്തോളം മോശമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരൊരു സത്യം. ആ സീനുകളെ എങ്ങനെയെങ്കിലും ഒരു സിനിമാ പരുവത്തിലാക്കി എടുത്തതിൻ്റെ ഒരു ക്രെഡിറ്റ് പുള്ളിക്ക് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം അജാതി ഒരു കഥ, ഒരു തേങ്ങയും മനസ്സിലാകുന്നില്ല. ഒരു കാര്യം കഴിഞ്ഞാൽ അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. കുറേ നായികമാർ വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് 1, 2, 3 നായികമാരായിക്കോട്ടെ, അല്ലെങ്കിൽ 4 നായികമാരായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് നായികമാരെ കയറ്റുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പടം തുടങ്ങിയ ഒരു ഫസ്റ്റ് ഷോട്ടിൽ ഒരു ചെറിയൊരു സീനിൽ ഒരു മിന്നായം പോലെ കായലാനന്ദി വന്നു പോയി. ഞാൻ കരുതി ഈ പടത്തിനകത്ത് എന്തെങ്കിലും സീൻ പുള്ളിക്കാരത്തേക്ക് ഒരു നല്ല റോളായിരിക്കും, അടുത്ത ഷോട്ടിൽ കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ആ ഒരു മിന്നായം പോലെ അവിടെ കഴിഞ്ഞ്. പിന്നെ എന്തിനാണ് പുള്ളിക്കാരത്തേക്ക് കൊണ്ടുവന്നത്? ബോബൻ ഇറാനി പുള്ളി വന്നു പോയി. ഞാൻ കരുതി എവിടെ പോയത്? പിന്നെ പുള്ളിയെപ്പറ്റി ഒരു അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പടം നിങ്ങൾ കണ്ടു നോക്ക്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ കളയാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം, അതും ക്ഷമ
സഹനശേഷി, ഇതെല്ലാം നിങ്ങൾക്ക് നിർബന്ധമായിരിക്കും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോകും. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രഭാസിനെ തലയിൽ വെച്ച് കൊണ്ടാടിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ബാഹുബലിക്ക് ശേഷം ഏത് പടമാണ് പുള്ളിയുടെ മെനക്കൊന്ന് ഓടിയെന്ന് പറയാൻ പറ്റുമോ? ഈ കൽക്കി ഓക്കെ, ഞാൻ സമ്മതിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ്, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ എഡിറ്റിംഗ് എല്ലാം പക്കയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടിരിക്കുമ്പോൾ ഒരു ത്രില്ല് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. എനിക്ക് സലാർ പോലും വർക്കൗട്ടായിട്ടില്ല. ഏത് പടമാണ് പുള്ളി ജെന്യുവനായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു പടം? പുള്ളി മൊത്തം ബോഡി ഡബിളിങ് ഇട്ടിട്ട് പുള്ളി സ്റ്റുഡിയോയിൽ വന്നിട്ട് പുള്ളിയുടെ തലയും വെട്ടി ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ് പറ്റിക്കുകയാണ്, പുള്ളിയുടെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണ്. പുള്ളി സിനിമയുടെ എനിക്കൊന്നും മിക്ക ഷോട്ടുകളിലും പുള്ളിയില്ല. പുള്ളിയെ രണ്ടാമത് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുള്ളി ഗ്രീൻ സ്ക്രീനിൽ വെച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പുള്ളി നേരിട്ട് വന്ന് അഭിനയിക്കുന്ന ഒരു സീനുകളില്ല. ആക്ഷൻ സീക്വൻസ് ആണോ, ആരെങ്കിലും ഒരാൾ ചെയ്യും, പുള്ളിയുടെ തല അതിൻ്റെ അത് ഫിക്സ് ചെയ്യും. ഒരു കമ്പെടുക്കുന്ന ഷോട്ട് പോലും പുള്ളിക്കൊണ്ട് പറ്റത്തില്ല. ഒന്ന് ഓടാൻ പറ്റത്തില്ല, ഒന്ന് ചിരിക്കാൻ പറ്റത്തില്ല, ഒന്ന് കരയാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്ത് കുറേ അഭിനയ രംഗങ്ങളുണ്ട് കേട്ടോ, മാരകമായ അഭിനയ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ടിരിക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. ഞാൻ എങ്ങനെ അത് കണ്ട് തീർത്തതെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ ഓർത്തിട്ട് എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം ഇജാതി ഒരു പടം തിയേറ്ററിൽ പോയി കണ്ട ഒരാളെന്നുള്ളത് അവരെ തൊഴണം കേട്ടോ, ഒന്നും പറയാനില്ല. അതും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നൊരു സീക്വൻസ് പടത്തിലില്ലായിരുന്നിട്ട് അതെവിടെ പോയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ചോദിച്ചതിന് ശേഷമാണ് വീണ്ടും അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് കയറ്റുന്നത്. എന്നിട്ടാണ് അത് സ്ക്രീനിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന സെക്ഷനെ കാണാൻ പറ്റത്തില്ല. ഇതും കൂടി ആറായപ്പോൾ പിന്നെ ഒട്ടും കാണാൻ പറ്റത്തില്ല. എങ്ങനെ ഇത് കണ്ടിരുന്ന് നിങ്ങൾ തിയേറ്ററിൽ? സമ്മതിക്കണം. ഞാൻ പ്രഭാസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം പുള്ളി എന്തിനാ അഭിനയിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും പൈസ മേടിച്ചിട്ട് പുള്ളിയുടെ ഒരു പേര്, ആ പേരിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ല ആ പേരിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ പേരുണ്ടെങ്കിൽ കുറച്ച് സാറ്റലൈറ്റ് റൈറ്റ്സ് കിട്ടും, പാട്ടിൻ്റെ റൈറ്റ്സ് കിട്ടും, അതിൻ്റെ റൈറ്റ്സ് ഇതിൻ്റെ റൈറ്റ്സ് എന്നും പറഞ്ഞാൽ അങ്ങനെ റൈറ്റ്സുകൾ വിറ്റുപോകും. ഓരോ സ്റ്റേറ്റിലേക്കുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പടം മേടിക്കും, ആ ഒരൊറ്റ പേര് മാത്രം. അല്ലാതെ പുള്ളി വന്ന് ഒരു സിനിമയിൽ മെനക്കൊന്ന് അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ കൊതിയാവുന്നുണ്ട്. വളരെ മോശം കേട്ടോ, വളരെ മോശം. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ കുന്തം തേങ്ങ കൊലയാണ്. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാ പണ്ടാരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു. വേറെ കൂടുതലൊന്നും പറയാനില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പടം കിടപ്പുണ്ട്, വേണേൽ പോയി കാണുക. എനിക്കതേ പറയാനുള്ളൂ. കാരണം ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല. ഇജാതി വെറുപ്പിക്കൽ പടം കാണാൻ ആരെയും ഞാൻ നിർബന്ധിക്കുകയില്ല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോയി കാണുക. എനിക്ക് അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്തി ഞാനല്ല. ഓക്കെ, ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്, അതുകൊണ്ട് അതിന് ഉത്തരവാദി ഞാനല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കിടക്കുന്ന ഹൈപ്പ് ബട്ടൺ കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.